വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ കഴിഞ്ഞ 3 ദിവസം ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ? അതെങ്ങനെയാ? കണ്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വിഷമം ബാക്കിയുള്ളവർ കൂടി തോന്നിയാലല്ലേ? എന്റെ പൊന്നെന്തു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മനസ്സില്ല കേൾക്കാൻ. ലോകം ഭരിക്കാൻ പോയിട്ട് വന്നിരിക്കല്ലേ? ഒരക്ഷരം എന്നോട് മിണ്ടണ്ട. അല്ല, ഇതിന് മാത്രം ഞാൻ എന്ത് മഹാപരാധം ചെയ്യുന്ന ഇന്ദു പറയുന്നത്? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. വെള്ളിയാഴ്ച രാത്രി സിംഗപ്പൂരിൽ നിന്ന് അമ്മാവിന്റെ ഒരു കേബിൾ വന്നു. ശനിയാഴ്ച രാവിലെ ബോംബെ എയർപോർട്ടിൽ എത്തണമെന്ന്. ഞാൻ എന്ത് വേണം? പാതിരാത്രിക്ക് ബംഗ്ലാവിൽ ഫോൺ ചെയ്ത് ഇന്ദുവിന്റെ ആന്റിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണോ? അതോ ആരുടെങ്കിലും കാല് പിടിച്ച് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് സംഘടിപ്പിക്കണോ? അമ്മയ്ക്ക് ആകെക്കൂടെയുള്ള ഒരു ആങ്ങളെയാണ്. ചെന്നില്ലെങ്കിൽ അമ്മാവൻ എന്ത് തോന്നും? പൊയ്ക്കോ. ആര് പറഞ്ഞു പോകണ്ടെന്ന്? അമ്മാവൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം. അമ്മാവന്റെ 3 പെൺമക്കളും ഉണ്ട് കൂടെ. പറഞ്ഞു വരുമ്പോ എന്റെ മുറപ്പെണ്ണുങ്ങളല്ലേ, കണ്ടാൽ അസൽ മദാമ പെണ്ണുങ്ങളെ പോലിരിക്കും. എന്നെ കണ്ടാ 3 അതെ പുറകിന്ന് മാറില്ല പേഴ്സണാലിറ്റി. എങ്കിൽ പിന്നെ എന്തിനാ തിരിച്ചിങ്ങോട്ട് പോകുന്നത്? മുറപ്പെണ്ണുങ്ങളുടെ കൂടെ എങ്ങ് പൊയ്ക്കൂടായിരുന്നോ? ഞാൻ സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അമ്മാവൻ എന്നെ മൊത്തിക്കൊണ്ടുപോകും. പൊയ്ക്കോ. പക്ഷേ എനിക്കങ്ങനെ പോകാൻ മനസ്സ് വരണ്ടേ? എനിക്ക് അവരെക്കാളും ഒക്കെ ഇഷ്ടം അനങ്ങുമ്പോ പിണങ്ങുന്ന, പിണങ്ങുമ്പോ കടിച്ചു കീറാൻ വരുന്ന ഇവിടെയുള്ളൊരു പെൺകുട്ടിയോടായി പോയില്ലേ? യു വാണ്ട് ടു നോ ഹർ നെയിം? വേണ്ട, അങ്ങനെ എന്നെ സോപ്പിടണ്ട. പിന്നെ ഞാൻ എന്ത് വേണം? അതുകൂടെ കൽപ്പിച്ചാട്ടെ. രാജുവിന് അറിഞ്ഞൂടാ. സ്വന്തം എന്ന് പറയാൻ എനിക്കെന്റെ ആന്റിയും പിന്നെ രാജുവും മാത്രമേ ഉള്ളൂ. എന്നെ ഓർക്കുന്നില്ല എന്ന് വരുമ്പോ, എന്റെ ഫീലിങ്സിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്ന് വരുമ്പോ, സോറി, റിയലി ഐ എം സോറി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പ്രോമിസ്, പ്രോമിസ്. ഞാൻ രണ്ടും കൽപ്പിച്ചാ ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചോ? എനിക്കിന്ന് രാജലക്ഷ്മിയോട് കുറച്ച് സംസാരിക്കണം. എന്നും എന്നെ കാണുമ്പോ രാജലക്ഷ്മി ചോദിക്കാനുള്ള ഒരു ചോദ്യമില്ലേ, ഇതെന്തു ഭാവിച്ചുള്ള പോക്കാണെന്ന്? എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അത് തന്നെയാ. എപ്പോഴെങ്കിലും നിന്റെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ രാജലക്ഷ്മി? ഇല്ല, എനിക്കറിയാതില്ലെന്ന്. 10-25 കൊല്ലം മുമ്പ് സംഭവിച്ചു പോയ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഇക്കഴിഞ്ഞ കാലം അത്രയും നീ നിന്നെ തന്നെ ശിക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ നിനക്ക് ആരുമില്ലാതായ രാജലക്ഷ്മി. ഇല്ല ബാലേട്ട, എനിക്ക് എന്റെ ഇന്ദുമോളുണ്ടാവും. ഉണ്ടാവും, ബട്ട് ഫോർ ഹൗ ലോങ്? എന്നെങ്കിലും ഒരിക്കൽ അവൾ സ്വന്തം ജീവൻ തേടി പോവില്ലേ? അപ്പോഴോ? അപ്പോൾ ഉത്തരവില്ലല്ലേ? ബാലേട്ട. ബാലേട്ടൻ കൊച്ചുനാൾ പോലെ കേൾക്കാൻ തുടങ്ങിയതാ നിന്റെ ബാലേട്ട എന്നുള്ള ഈ വിളി. മുറപ്പെണ്ണായതുകൊണ്ട് മാത്രമല്ല, എന്റെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിന്റെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്നറിഞ്ഞപ്പോ, നിങ്ങളുടെ ബന്ധം എല്ലാവരും എതിർത്തപ്പോ, ബാലേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കൂടെ. ബാലേട്ട. ജയമോഹന്റെ മരണം, നിന്റെ കുഞ്ഞ് രാജലക്ഷ്മി, നിന്റെ മനസ്സിൽ നിന്നും ആ മുറി വണങ്ങാൻ ഇത്രയും വർഷം ഞാൻ കാത്തു നിന്നില്ലേ? ബാലേട്ട പ്ലീസ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ വിലക്ക് വാക്കുകൾ കൊണ്ട് നീ തടുത്തു നിർത്തി. ബട്ട് നോട്ട് ടുഡേ. ഇന്ന് ഞാൻ സംസാരിക്കും. എന്റെ മനസ്സ് കാണാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട, നോ കംപ്ലൈന്റ്. പക്ഷെ നിന്നെ ഞാൻ ഈ ഗതിക്ക് വിട്ടുകൊടുക്കൂല. നീ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നേ മതിയാവൂ. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് രാജലക്ഷ്മി. ബാലേട്ട പ്ലീസ്, എനിക്കൊന്നും പറയാനില്ല. ഈ മുറി വന്നിങ്ങനെ കുത്തിയിരുന്നാൽ എല്ലാവരും പരിഹാരമായെന്നാവും നിന്റെ വിചാരം. ഓർമ്മകളുടെ കൂടാരമാണ് ഈ മുറി. ഇവിടെ മരണം മാത്രമേ ഉള്ളൂ. യെസ്, ദിസ് റൂം സ്മെൽസ് ഡെത്ത്. നിന്നെ ഞാനിതിന് പുറത്തു കൊണ്ടുവരും. പോകാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഉത്തരം കിട്ടണം. അല്ലാതെ ഞാൻ പോവില്ല. ഐ വാണ്ട് എ ഡെഫിനിറ്റ് ആൻസർ. ബാലേട്ടൻ എനിക്കിഷ്ടമാണ്. പക്ഷേ
ഈ മുറി വിട്ട്, ഈ ഓർമ്മകൾ വിട്ട് ഈ ജന്മം മറ്റൊരു ജീവിതം നെവർ. എനിക്കതാവില്ല. ഓപ്പറേറ്റർ, ഡോക്ടർ രാജലക്ഷ്മി ഹിയർ. പുറമേ നിന്നുള്ള കാളൊന്നും എനിക്ക് കണക്ട് ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്റ്റർബ്ഡ്. വിസിറ്റേഴ്സിനെ ആരെ അയക്കണ്ടെന്ന് റിസപ്ഷനിലൊന്ന് പറഞ്ഞേക്കോ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങളോ? മേ കം ഇൻ? പ്ലീസ് ഡോണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും വരൂ. ഞാൻ അധികം സമയം എടുക്കില്ല ഡോക്ടർ, പ്ലീസ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. ഏതായാലും ഞാനിവിടം വരെ വന്നു പോയില്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞത്? അല്ല ഡോക്ടർ, ഞാൻ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. സോറി ഡോക്ടർ, ഞാൻ പോവാം. റിയലി ഐ എം സോറി. ഭൂരിഭാഗം മനുഷ്യപ്പറ്റില്ലാത്ത പ്രകൃതമാണ് ഇന്ദുവിന്റെ ആന്റിയുടേത്. സംഗതി ഒരു വലിയ ഡോക്ടറായിരിക്കും, ഹോസ്പിറ്റലിന്റെ ഓണറും ആയിരിക്കും. ഞാൻ ആരും ആവട്ടെ, മുറിയിൽ കാണാൻ ചെല്ലുമ്പോൾ പെരുമാറുന്നതിൽ ഒരു മിനിമം മര്യാദയും ഡീസൻസിയും വേണ്ടേ? രാജു, അത് ആന്റി വേറെ കാരണങ്ങൾ കൊണ്ട് അപ്സെറ്റ് ആയിരുന്ന സമയമായതുകൊണ്ടാവും. ഏയ്, അതൊന്നുമല്ല. അവരെ പരിചയപ്പെട്ട അന്ന് തൊട്ടേയുള്ള അനുഭവമാണ്. ഒരു വാക്ക്, ഒരു നല്ല വാക്ക് ഈ നിമിഷം വരെ അവരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. പുറമേ കാണുന്ന പോലെ അല്ല രാജു ആന്റി. ഉള്ളില് അവര് വളരെ സോഫ്റ്റ് ആണ്. എനിക്കറിയാവുന്നല്ലേ. പിന്നെ ഇനി ഉള്ളിൽ ചികഞ്ഞു നോക്കാൻ പോകല്ലേ ബാക്കിയുള്ളവര്? രാജുവിന് അറിഞ്ഞൂടാ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ട്രാജഡീസ് എത്രയാണെന്ന്. ഓ, അങ്ങനെ നോക്കുമ്പോ ആരുടെ ലൈഫിലാ ട്രാജഡി ഇല്ലാത്തത്? ഹിന്ദുവിന്റെ ലൈഫിലല്ലേ ട്രാജഡി? ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചു പോയത് എന്താ ട്രാജഡി അല്ലേ? എന്റെ ലൈഫിലില്ലേ ട്രാജഡി? അല്ലല്ല, എന്താ പറഞ്ഞേ? രാജുവിന്റെ ലൈഫിലും ട്രാജഡീസ് ഒന്നോ? അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ ആന്റിയുടെ അടുത്തുള്ള എന്റെ എക്സ്പീരിയൻസ് അത് തന്നെ വലിയൊരു ട്രാജഡി അല്ലേ? എങ്ങോട്ട് പോടാ? എങ്ങോട്ട് വാ നീ? ഇതിനകത്തോട്ട് കയറി. നിങ്ങൾ കാണുന്നില്ല, എന്നെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ? എല്ലാം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? എന്നെ ചോദിക്കാൻ പറയാൻ ആരുമില്ല. എല്ലാം ചോദിപ്പിക്കാം. ഹലോ, ഓടിവായോ? കണ്ടോ? അയ്യോ, നടക്കണ അങ്ങോട്ട്. താൻ കഴിഞ്ഞ തവണ വന്നപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്? അത് പിന്നെ സാർ, അതായത് എന്താ ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പറ, ഓർമ്മിപ്പിക്കാം. വേണ്ട, ഓർമ്മയുണ്ട്. ഒരു മാസത്തിനെ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ഉറപ്പിക്കാമെന്നല്ല, നടത്താമെന്ന്. ആ. ഇന്നലെയായിരുന്നു ഒരു മാസം തികയുന്ന ദിവസം. ആ, ഇത്ര പെട്ടെന്നോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ താൻ എന്റെ അടുക്കൽ വന്ന് വിവരം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇങ്ങോട്ടോക്ക്. ഈ കേശവ പിള്ളേക്കാളും ബുദ്ധി തനിക്കുണ്ടെന്നുള്ള വിചാരമുണ്ടെങ്കിലേ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. വഴുതി മാറാനാണ് പ്ലാൻ ആണെങ്കിൽ അത് നടപ്പില്ല. എന്റെ അടുക്ക വേഷം എടുത്താലുണ്ടല്ലോ